നമ്മുടെ സമൂഹത്തിൽ ഇരട്ട നീതി ഉണ്ട് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തെ കാണുന്നത്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഫൈറ്റ് നടന്ന സമയത്ത് അനീഷ് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് അനീഷിനോടും സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ അനീഷ് എല്ലാ തരത്തിലും ബെറ്റർ ആണ്, അല്ലെങ്കിൽ അനീഷിന്റെ ഭാഗത്താണ് ശരിയെന്നൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. അനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരെല്ലാവരും ചേർന്ന് അനീഷിനെ ഇതാ ഒറ്റപ്പെടുത്തുന്നേ, അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സെന്റിമെന്റ് ട്രാക്ക് ഉണ്ടല്ലോ, ഒരു വിക്ടിം കാർഡ് കളി, അതിനോടും യോജിക്കുന്നേ ഇല്ല. കാരണം ഇത് അനീഷ് തന്നെ അറിഞ്ഞുകൊണ്ട് വരുത്തി വയ്ക്കുന്നതാണ്. പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലേ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതല്ല. ഈ അനുമോളും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ മത്സരാർത്ഥികൾ, ശൈത്യ ഉൾപ്പെടെയുള്ളവർ അനീഷിനെ പിടിച്ചു വയ്ക്കുന്നു, അനീഷിൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നു, അനീഷ് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇതിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അനുമോളെ കുറ്റപ്പെടുത്താനോ ശൈത്യയെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. ഇതൊന്ന് തിരിച്ച് വിചാരിക്കുക. അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനീഷ് വന്നിട്ട് അനുമോളുടെ വാ പൊത്തിപ്പിടിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. പിന്നെ ബിഗ് ബോസ് വീട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക? ഭൂകമ്പം ഉണ്ടാവും. റിക്ടർ സ്കെയിലിൽ ഒരു 8 or 10 കാണിക്കുന്ന ഭൂകമ്പം ഉണ്ടാവും ബിഗ് ബോസ് വീട്ടിൽ. നമ്മുടെ സമൂഹത്തിൽ ഇരട്ട നീതിയുണ്ട്. സമൂഹത്തിന്റെ പരിച്ഛേദമായ ബിഗ് ബോസിനകത്തും ഇരട്ട നീതിയുണ്ട്. ഇതേ പ്രവൃത്തി ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ഒരു സ്ത്രീയോട് ചെയ്താൽ അത് വലിയ ഗുരുതരമായ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും തിരിച്ചു ചെയ്യുമ്പോൾ അതൊരു തമാശയായിട്ട് മാത്രം മാറുകയും ചെയ്യുന്നതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഇരട്ട നീതിയുടെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ അനുമോള് അനീഷിനെ ഉപദ്രവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നുമല്ല ചെയ്തത്, ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, തിരിച്ച് അനീഷ് ഇത് ചെയ്താലോ എന്നതായിരുന്നു. കാരണം അനീഷും അനുമോളും തമ്മിൽ ശത്രുതയുണ്ടേ, ഇന്നലെയും കൂടി ഫൈറ്റ് ചെയ്തവരാണ്. അപ്പോൾ അനീഷിന്റെ വായ പൊത്തിപ്പിടിച്ച സമയത്ത് അനുമോളുടെ വാ അനീഷ് പൊത്തിപ്പിടിച്ചാൽ അതാ എന്നെ കൊല്ലാൻ നോക്കുന്നതെന്ന് പറഞ്ഞു വേണമെങ്കിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. അങ്ങനത്തെ ലോകമാണിത്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.